ബോട്ടിങ്ങിന് പോവാ കഴിയുമ്പോഴേ പറയാൻ നോക്കുള്ളൂ. ബോട്ട് നീങ്ങി കഴിയുമ്പോൾ നമ്മൾ പറയും ഉറപ്പ് പറയാം. കാണുന്നത് ബ്ലൂ ലഗൂണിൽ നീന്തുന്ന 3 മലയാളികളെയാണ്. ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുന്ന കുടുംബാംഗങ്ങളെയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ആയി പറഞ്ഞേ അത് വിട്ടുപോയ സ്നോർക്ലിംഗ് അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹൗ ടു പുട്ട് എ സ്നോർക്ലിംഗ് മാസ്ക് ട്യൂട്ടോറിയലാണ്. അതെന്നാ പറ്റിയതാ? അയ്യോ വെള്ളത്തിൽ വീഴല്ലേ. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് ക്രൊയേഷ്യന്ന് അതെ ഓസ്ട്രിയയിലോട്ട് തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് 2 ദിവസം ഞങ്ങൾ ഓസ്ട്രിയ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ട്. അപ്പോൾ ഇനി ഓസ്ട്രിയ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ ഞങ്ങളെല്ലാം പാക്ക് ചെയ്തെല്ലാം കയറ്റി ഇനി നമ്മൾ ലാസ്റ്റ് ഇവിടുന്ന് ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഇറങ്ങുവാണ്. വീട്ടിലോട്ട് പോകുന്ന വഴി നമ്മൾ വീണ്ടും ട്രോഗറിൽ ഇറങ്ങുന്നുണ്ട്. ട്രോഗറിലെ വിശേഷങ്ങളൊക്കെ എൻ്റെ കഴിഞ്ഞ വ്ളോഗിലുണ്ട്. ഇന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് 3 ഐലൻഡ് ബോട്ട് ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒലീവ് മരമാണ് ഇതിൽ ഒലീവ് ഓയിൽ എടുക്കുന്നത്. അതിന്റെ പച്ചക്കായ ഇത് പഴുത്തത് ഇത് പറിച്ച് ഒരു പച്ച ഒരു പഴുത്തത്. പിന്നെ ആ ഓറഞ്ച് ഉണ്ട്. ഓറഞ്ചൊക്കെ പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഇതുണ്ട് പഴുത്ത് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്തും നിറച്ച് പോമഗ്രാനൈറ്റ് ആണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഓറഞ്ച് പഴുത്ത് വരുന്നുണ്ട്. ബാക്കി എല്ലാം പച്ച ഓറഞ്ചുകളാണ്. ചെറിയ ബഡ് പോലത്തെ ഓറഞ്ച് തൈയാണ്. മുന്തിരിങ്ങ നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ്. കണ്ടോ മുന്തിരിങ്ങ ഉണ്ടായി നിൽക്കുന്നത്. പക്ഷെ കൊറേയൊക്കെ പോയി. അച്ഛാ എവിടെ പോവാ പാക്ക് ചെയ്തോണ്ട്? ഇപ്പം പറയത്തില്ല. ബോട്ടിങ്ങിന് പോവാ കഴിയുമ്പോഴേ പറയാൻ നോക്കുള്ളൂ. ബോട്ട് നീങ്ങി കഴിയുമ്പോൾ നമ്മൾ പറയും ഉറപ്പ് പറയാം. അതിന്റെ കാരണം എന്നാ? അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇന്നലെ നമ്മളിവിടെ വന്ന് 2 ബോട്ടുകാരനെ കാശ് നമ്മളെ മേടിച്ചു. അവരെ കയറ്റി ഇരുത്തി കുറച്ചു നേരം അയാൾ അവിടെ കുത്തി ഇരുന്നു. വെയിറ്റ് എന്ന് പറഞ്ഞു. കുറച്ചു നേരം എല്ലാരും ഇറങ്ങിക്കോ, വേവ് കണ്ടമാനം വേവാണ്, ഇറങ്ങിക്കോ. ഇല്ല കാശ് പിന്നാലെ വരുന്നതാണ്. ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുവാണ്. അടുത്ത ഒരു ഭാഗ്യ പരീക്ഷണം. കണ്ണാടി വേണം. അമ്മയ്ക്ക് ഞാൻ കണ്ണാടി തരാം. വെയിലായിരിക്കും. ഇപ്പൊ തന്നെ കണ്ണു തുറക്കാൻ വയ്യ, ഭയങ്കര വെയില്. വെട്ടം കണ്ടിട്ടിരിക്കുന്ന വരവുണ്ടോ കണ്ണാടിയൊക്കെ തെറിച്ച് അങ്ങോട്ട് ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുന്ന കുടുംബാംഗങ്ങളെയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. കാലാവസ്ഥ പ്രവചനം നടത്തിയിരിക്കുകയാണ് അച്ഛൻ. അങ്ങനെ കാത്തിരുന്ന ബോട്ട് ട്രിപ്പ് ഞങ്ങൾക്ക് ക്രൊയേഷ്യയിലെ ലാസ്റ്റ് ദിവസം കിട്ടി. അതും പ്രൈവറ്റ് ബോട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഏകദേശം 300 to 400 euros ആണ് ആയത്. ഈ ഗൈഡാണ് ഇനി നമ്മളെ 3 ഐലൻഡുകൾ കൊണ്ട് നടന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്.
Mario. So ready? So we have 3 stops to do. We'll do the first one. There is island Shota, Maslenica. One town is open. Cafe bar, beach bar is open. Another place is all closed. So after that we go to Blue. നമ്മളങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പിലെത്തി ഷോൾട്ട ഐലൻഡ്. ഇതൊരു ചെറിയ ഐലൻഡാണ്, ജസ്റ്റ് ഒന്ന് നടന്ന് കാണാനുള്ളതേ ഉള്ളൂ. അതേപോലെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് അവിടെ. ഈ ഐലൻഡിൽ നമുക്ക് സ്വിമ്മ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ ബ്ലൂ ലഗൂണാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പം നമ്മൾ ഇവിടെ ഈ ഐലൻഡൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. ഇവിടാണ് വൈന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, വൈൻ ആൻഡ് ഒലീവ് ഓയിൽ. പക്ഷെ ഇപ്പം അതിന് റെസ്റ്റോറൻ്റ് ആയി. അമ്മ എന്താ അമ്മ മാറി നിൽക്കുന്നത്? വെയില് വെയില് അമ്മക്ക് വെയില് പറ്റത്തില്ലേ? പറ്റുകയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര കാറ്റായിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു, നല്ലായിരുന്നു. അതിന്റെ സ്പീഡ് കൂട്ടിയായിരുന്നു കുറച്ച്. അത് തിരമാലം കൂടെ അടിച്ചപ്പോ ആ ഒരു ഇതിൽ പോയതാണ്. ഇവിടെ ഭയങ്കര ഫോട്ടോ സെഷൻസ് ഒക്കെയാണ്. വീഡിയോ ഒന്നല്ല, നിങ്ങൾക്കിത് കാണാവോ എന്നറിയത്തില്ല. ഞങ്ങൾക്കൊരു ഡ്രോൺ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡിൻ്റെ കയ്യിൽ ഡ്രോണും അതേപോലെ തന്നെ ഫോട്ടോസും എടുക്കാമെന്ന് പറഞ്ഞു. അത് ഏകദേശം ഒരു 60 euro നമ്മൾ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വീഡിയോ ആക്കി തന്നെ തരാമെന്ന് പറഞ്ഞു. നമ്മളപ്പോൾ അത് എടുത്തു. നമ്മളിപ്പോൾ പോകുന്ന എല്ലാ വഴിയിലും ഡ്രോണൊക്കെ വന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് പൂച്ചകളെ കാണാം. വേറൊരു പൂച്ച, വേറെ ഓടി വരുന്നു. നമ്മളിപ്പോ ഏതായാലും പൂച്ച ആയാലുണ്ടോ? ഏതായാലുണ്ടില്ലെന്ന് പറ. കാർപ്പറ്റ് ആയാലും എന്താ അമ്മ എന്നാ പറഞ്ഞേ? ഇന്നലെ പോയ കഥ അല്ലല്ലോ ചോദിച്ചേ. ഇവിടെയാണ് അവര് സ്നോർക്ലിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കാണാം എത്ര ക്ലിയർ ആണ് ഇവിടുത്തെ വാട്ടർ എന്ന്. അതെ, നമ്മളപ്പോ ഇനി അടുത്ത ഐലൻഡിലോട്ട് പോവാണ്. സോ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നമ്മളുടെ സ്കിപ്പറെ. ഇപ്പം നമ്മൾ ബ്ലൂ ലഗൂണിലോട്ടാണ് പോകുന്നത്. അവിടുത്തെ വാട്ടർ കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ നമ്മൾ സ്വിമ്മ് ചെയ്യുന്നതും സ്നോർക്കിൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇനി കാണാം.
പറഞ്ഞേ. ഇല്ലടി, അത് വിട്ടുപോയാൽ നിങ്ങൾ പേടിക്കും. ഞാൻ പറയുന്നത് കേക്ക്. അതായത് ഞാൻ ആ കമ്പിയെ പിടിച്ചോണ്ട് കിടക്കുന്നത്. ഇനി പോത്തില്ല, ഇതിങ്ങനെ പൊങ്ങി കിടക്കും. പക്ഷെ അത് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറട്ടെ. ഈ ഡ്രസ്സ് മാറിയിട്ട് ഇതിട്ട് ചാടിക്കോ. Don't worry. In around the boat here. If you some help, I throw the rope and say goodnight. എനിക്കും ചേച്ചിക്കും വലുതായിട്ട് സ്വിമ്മിംഗ് ഒന്നും അറിയാത്തത് കൊണ്ട് റോപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ലൈഫ് ജാക്കറ്റ് വിട്ടു. ഇറങ്ങിക്കോടി. ഈ സാധനം അടിപൊളിയാ. ഇതുണ്ടെങ്കിലേ കറക്റ്റ് താഴെ കാണാം. നിങ്ങളിപ്പോൾ കാണുന്നത് ബ്ലൂ ലഗൂണിൽ നീന്തുന്ന 3 മലയാളികളെയാണ്. 2 പേർ കാനഡയിൽ നിന്നും, ഒരാൾ ഓസ്ട്രേലിയയിൽ നിന്നും. മുന്നോട്ട് വരുന്നില്ല. ഒരാൾ ചോർക്കിൽ ചെയ്യാൻ കുനിയുന്നുണ്ട്. പിടിച്ചോ. ഒരാളെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. പാടല്ല, നമുക്ക് അറിയത്തില്ലല്ലോ വെള്ളത്തില് നീന്താ അറിയാത്ത. സ്നോർക്കിങ്ങിന് സാധനം തരാം, ചുമ്മാ ഇങ്ങനെ ഇതിനകത്ത് നോക്കാനാ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഹൗ ടു പുട്ട് എ സ്നോർക്ലിംഗ് മാസ്ക് ട്യൂട്ടോറിയലാണ്. എനിക്കിത് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. കേറിപ്പൊടി വരുന്നല്ലേ? അല്ല, ഒരുത്തി അങ്ങോട്ട് മാറി നിൽക്കണം. നീ അവിടെ നിൽക്കും. പോത്തില്ല. അതല്ലെന്ന് നിന്റെ എങ്ങനെയാ വെച്ചേക്കുന്നത്? എന്റെ ശ്വാസം വിടാൻ പറ്റുന്നു. ശ്വാസം ഇനി ഇതിലേ കൂടെ വിടത്തുള്ളൂ. വലിച്ചെടുക്കുന്നു, പുറത്തോട്ട് പോകുന്നത്.
ഇനി താഴോട്ട് താഴെ താന്നോ, ധൈര്യമായിട്ട് താന്നോ. വിട്. നീ അതിനകത്തോട്ട് താഴെ. അങ്ങോട്ട് പോട്ടെ. ഇനി വിട്ട് പോട്ടെ. സ്നോർക്ലിംഗ് അങ്ങനെയാണ്. ഇതെങ്ങനെ വെക്കണ്ടെന്ന് ചോദിച്ചാല് ഇതുകൊണ്ട് ഈ സാധനം കടിച്ചു പിടിക്കുക. വെള്ളം ഇതിനകത്ര കേറി വരത്തില്ല. അപ്പൊ ഇത് വേണ്ടേ ദേവൂട്ടിക്ക്? അമ്മൂന് വെക്കണോ? ഭയങ്കര ഉപ്പാണ്. സ്നോർക്കൽ ചെയ്ത് പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണുന്നുണ്ട്. അവിടെ ആഴില്ലമ്മേ, ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ. സുഖമാണോ? Yeah, no swimming. No swimming. No swimming. Yeah, yeah. അങ്ങനെ അങ്ങോട്ട് പോയാ മതി. ദേവട്ടി അതുപോലെ അങ്ങോട്ട് പിന്നോട്ട് അങ്ങോട്ട് വെച്ചോ. വഴിച്ച് പുറകോട്ട് വിട്ടേ വെള്ളം. ഒന്നും പേടിക്കണ്ട. ഇതറിയോ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെച്ച് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് പുറകോട്ട് വെള്ളം പുറകോട്ട് അങ്ങ് വെച്ചാൽ മതി. വായിക്കാൻ തള്ളക്കാരത് ആയടക്ക് ഇത്രയൊക്കെ നിന്നാ മതി എനിക്ക്. മൂക്കിലോട്ട് വെക്കും. സ്നോർക്ലിംഗ് ഇത് വെച്ചിട്ട് 2 പടം എടുക്കോ? അതെങ്കിലും ആവട്ടെ. ഒരെണ്ണം കൂടെ എടുത്തു തരാമോ? അതെ, ഇതിലത്തെ ഒരെണ്ണം കൂടെ എടുത്തു തരാമോ? അതെ, അതങ്ങനെയാ. അകത്തോട്ട് കയറ്റി വെക്കാം. ഇതാണോ ഇതുപോലത്താണോ? ചേച്ചി പല്ലിനകത്ത് ഇതിനകത്ത് ശ്വാസം എങ്ങനെ പോകുന്നില്ലേ? നോക്കി നോക്കി പോകും. കാല് 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 കനാ അവിടെ നന്നായിട്ട് കാണുന്നു. ഞാൻ കണ്ടു കുറച്ച്. എനിക്ക് അടിവാദം നല്ല രസമാണ്. മീനൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. എന്താണ് ശ്വാസം കിട്ടില്ലേ? ഇതിലൂടെ നല്ല വിടണോടി. ഇതിലൂടെ നല്ല വിടണം. അവള് ഇതില് മുക്കി കയറാ. എന്താണ് ശരിയായോ? എനിക്കിവിടെ തന്നെ സ്വർഗം കിട്ടാ. ഇവിടെ പറ്റി പിടിച്ച് കിടക്കാനാണ് ഇവിടെ ഞാനാണെ അച്ഛൻ ചെയ്യണമെന്നാ ഞാൻ പറയുന്നത്.
ആ സ്നോർക്ലിംഗ് എക്യുപ്മെന്റ് വേണം. അച്ഛ ഇതൊന്ന് ചെയ്യ അച്ഛനത് നല്ല ഇതായിരിക്കും. എക്യുപ്മെന്റ് വേണം. ഇത് മതി. ഇവിടെ പൊങ്ങി കിടക്കുന്നതിന് ഇത് മാത്രം ഒന്ന് എടുത്തായിരുന്നു ആദ്യം. എന്നാ ഞാനെല്ലാം കണ്ടു, മീനെ കണ്ടു ഗൈസ്. ഭയങ്കര ആഴമാണ് താഴെ. എനിക്ക് നിങ്ങളോട് ഇത്രയൊക്കെ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. ഭയങ്കര ആഴമാണ്. 2-3 മീനെയൊക്കെ കണ്ടു. അങ്ങനെ അങ്ങോട്ട് വരണമെന്ന് അറിയത്തില്ല. ഞാൻ അങ്ങോട്ട് വരുവാണ്. കൊള്ളാം. പക്ഷെ എനിക്ക് ഒത്തിരി നേരം താഴോട്ട് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. താഴെ പൊക്കി ഞങ്ങളെ കൂടെ വഴക്ക് പറയാം. എന്തിനാ അമ്മയെ സമ്മതിച്ചത് ഇറങ്ങാൻ എവിടെ അമ്മ വെച്ചൊരു കണ്ടാലും മണി കയറിക്കാം. കേറുന്നില്ലേ? കേറി പോവാണോ? ഇവിടെ തന്നെ ഇങ്ങനെ ഇവിടെ അങ്ങനെ അങ്ങോട്ട് ഫോട്ടോ എടുക്കാം. ഞങ്ങളുടെ അടിയിലത്തെ മണല് വെള്ള കളറില് മണല്. ഉപ്പുവെള്ളം കുടിച്ചു. അതെന്താന്നറിയാവോ? കണ്ണാടിക്കകത്തൂടെ വെള്ളം കയറി, മൂക്കിനകത്തില്ല വെള്ളം കയറി. അറിയാലോ കുറച്ച് നീന്താൻ. ഞങ്ങളുടെ അവിടെ ഇല്ലല്ലോ അമ്മ. ഞാൻ ഇത്രയും തന്നെ ചെയ്യുന്നത് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. അത് അവിടെ കൊറേ കാനഡ കൊറേ വെള്ളത്തിൽ ഇങ്ങനെ ചുമ്മാ ഇറങ്ങി ഇപ്പൊ കുറച്ചൊക്കെ പേടി പോയി. എന്നെ പറ്റിയതാ. ആരെയും പേടിക്കണ്ട. അതെ hello influencer. But many people who come from India this year, they don't know swimming. They always life jacket. he was really good. Yeah, he knows. You? I don't know. That's why he did it. എന്തുകൊണ്ട് ഇറങ്ങിയില്ല? എന്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും. അതുകൊണ്ട് മാത്രമാണോ? ഓക്കെ. ഇനി നീന്തൽ പഠിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും അല്ലേ? So we will stay here say also 1 hour and something. Okay. So yeah. ഈ ഐലൻഡ് ആണ് ചിയോ ഐലൻഡ്. നമ്മളിനി ഇവിടെ ഒരു 1 hour ഉണ്ട്. So I think this is the last island. ഈ ഐലൻഡിൽ നമുക്ക് സ്വിമ്മ് ചെയ്യുകയും അതേപോലെ സ്നോർക്കിൾ ചെയ്യുകയും ചെയ്യാം. വളരെ സൂക്ഷ്മമായി സ്നോർക്ലിംഗ് എക്യുപ്മെൻറ്റ് വെച്ചിട്ട് മീനിനെ തപ്പുന്ന എന്നെയും ചേച്ചിയാണ് കേട്ടോ ഈ കാണുന്നത്.
അങ്ങനെ ഞങ്ങൾ 3 ഐലൻഡൊക്കെ വിസിറ്റ് ചെയ്ത് സ്നോർക്കിൾ ചെയ്ത് സ്വിമ്മ് ചെയ്ത് ആകെ ക്ഷീണിച്ചു. അങ്ങോട്ട് പോയ ആവേശമൊന്നും തിരിച്ചു വന്നപ്പോൾ ഇല്ലായിരുന്നു. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും. അതേപോലെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നിങ്ങൾ ആരെങ്കിലും ക്രൊയേഷ്യയിൽ വരുവാണെങ്കിൽ ബ്ലൂ കേവും അതേപോലെ 5 ഐലൻഡ് ട്രിപ്പ് ബുക്ക് ചെയ്യുക. ബ്ലൂ കേവ് ഞങ്ങൾക്ക് മിസ്സായി, കാരണം വാട്ടർ ലെവൽ കൂടുമ്പോൾ നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ല. സോ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ സീ യു അൺടിൽ ദെൻ, ബൈ ബൈ.